ഉള്ളൂ. രണ്ടാം പിണറായി വിജയൻ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. അത്ഭുതകരമായ എന്ന് തന്നെ പറയാവുന്ന കാര്യങ്ങളാണ്, തീരുമാനങ്ങളാണ് ഈ മന്ത്രിമാരുടെ കാര്യത്തിൽ പിണറായി വിജയൻ സർക്കാർ അല്ലെങ്കിൽ പിണറായി വിജയൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനമായിട്ടെടുത്തത്. മുഴുവൻ പേരും, അതായത് CPM-ൻ്റെയും CPI-യുടെയും രണ്ട് പ്രധാനപ്പെട്ട മുന്നണിയിലെ കക്ഷികളുടെ മുഴുവൻ മന്ത്രിമാരും പുതിയ ആളുകൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴികെ ബാക്കി മുഴുവൻ പേരും ഈ രണ്ട് പാർട്ടികളുടെയും മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നത് പുതിയ ആളുകളാണ്. അതിൽ തീരെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ട്, പ്രായവും അതുപോലെ തന്നെ മറ്റ് അനുഭവപരിചയവുമുള്ള, രാഷ്ട്രീയമായ അനുഭവപരിചയമുള്ള ആളുകൾ തന്നെയാണ് എല്ലാവരും. അത് ഈ സംസ്ഥാനം പിണറായി വിജയൻ ആദ്യം ഭരിച്ച 5 വർഷക്കാലത്തിനിടയ്ക്ക് ഏറ്റവുമേറെ ചർച്ച ചെയ്യപ്പെട്ട ആരോഗ്യവകുപ്പ് അടക്കം പുതിയ മന്ത്രിമാരായിരിക്കും ഭരിക്കുക എന്നതാണ് അതിലെ ഏറ്റവും കൗതുകകരമായ കാര്യം. അങ്ങേയറ്റം അത്ഭുതത്തോടെയും കൗതുകത്തോടെയും നോക്കുകയാണ് രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകളെല്ലാം ഈ സർക്കാരിൻ്റെ രൂപീകരണത്തെ. അത് കേരളത്തിന് അകത്തുള്ള ആളുകൾ മാത്രമല്ല, പുറത്തുള്ള ആളുകളും അങ്ങേയറ്റം അത്ഭുതത്തോടെയാണ് എന്താണ് ഈ നിലക്ക് മുഴുവൻ പുതിയ ആളുകളെയും ചേർത്ത് ഒരു സർക്കാർ ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം എന്ന്. അല്ലെങ്കിൽ മുൻപ് അങ്ങനെ എല്ലായിടങ്ങളിലും നടക്കുന്ന കാര്യമല്ല. മറ്റ് പല സംസ്ഥാനങ്ങളിലുമാണെങ്കിൽ ഈ ഒരുപാട് കാലം മന്ത്രിമാർ തുടരുകയാണ് ചെയ്യുക. ആ അധികാര പദവിയിലേക്ക് എത്തിയാൽ ആളുകൾ വളരെ വർഷങ്ങളോളം ആ അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്ന സ്ഥാനത്ത് ഇവിടെ എല്ലാവരും പുതിയ ആളുകളാകുന്നു. കഴിഞ്ഞ തവണ നന്നായിട്ട് പ്രവർത്തിച്ച മന്ത്രിമാരെ അടക്കം മാറ്റി നിർത്തുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ അഭിനന്ദനം നൽകാൻ തോന്നുന്ന വിധത്തിലുള്ളൊരു കൗതുകം, അത്ഭുതം അതെല്ലാം ചേർത്ത് വെച്ചാണ് രാഷ്ട്രീയ നിരീക്ഷകരാകെ പൊതുവിൽ ഈ കാര്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാളെയാണ് സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തുടർഭരണം കിട്ടി ഒരു മുന്നണി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അതിൻ്റെ 6ാം വർഷത്തിലേക്ക്, അടുത്ത 2ാം സർക്കാരിൻ്റെ ആദ്യ വർഷത്തിലേക്ക് കടക്കുന്നത്, സത്യപ്രതിജ്ഞയിലേക്ക് കടക്കുന്നത്. വകുപ്പുകൾ സംബന്ധിച്ച് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ നമുക്ക്, അല്ലെങ്കിൽ സർക്കാർ തന്നെയും പിണറായി വിജയൻ തന്നെയും പറയേണ്ടത് അടുത്ത ദിവസമാണ്. ആരോഗ്യവകുപ്പ് വീണ ജോർജ് ആയിരിക്കും അതിൻ്റെ ചുമതല, അതിൻ്റെ മന്ത്രി എന്ന കാര്യം ഇതിനകം തന്നെ ഉറപ്പായിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് മുഹമ്മദ് റിയാസിനും നൽകിയിട്ടുണ്ട്. KN ബാലഗോപാൽ, P രാജീവ് എന്നിവർ യഥാക്രമം ധന വ്യവസായ വകുപ്പ് മന്ത്രിമാരാകും. CPI മന്ത്രിമാരുടെ വകുപ്പുകളിലും തീരുമാനമായിട്ടുണ്ട്. ഇനിയുള്ള 2 മണിക്കൂറിൽ നമ്മൾ ഈ മന്ത്രിമാരെയും വകുപ്പുകളെയും സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങളിലേക്കാണ് പോവുക. എല്ലായിടത്തു നിന്നും ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ചേരും. മന്ത്രിമാരും പലയിടങ്ങളിൽ നിന്നും നിയുക്ത മന്ത്രിമാരും നമ്മോടൊപ്പം സംസാരിക്കാനായി വരുന്നുണ്ട്. സ്വാഗതം. നമുക്ക് ഈ സത്യപ്രതിജ്ഞയിലേക്ക് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ആദ്യമായി നമ്മുടെ മുന്നിലുള്ള ഏതൊക്കെ വകുപ്പുകൾ ആരൊക്കെയാണ് കൈകാര്യം ചെയ്യുക എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളിലേക്ക് ആദ്യം പോകാം. നമ്മോടൊപ്പം ആദ്യം തന്നെയും നിയുക്ത മന്ത്രി അഹമ്മദ് ദേവർകോവിലാണ് നമ്മോടൊപ്പം ചേരുക. അദ്ദേഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രധാനമായിട്ടും ഏതൊക്കെ വകുപ്പുകൾ ആരൊക്കെയാണ് മന്ത്രിമാരായിരിക്കുക എന്ന കാര്യം പരിശോധിക്കാം. മുഖ്യമന്ത്രി കഴിഞ്ഞ സർക്കാരിൽ അദ്ദേഹം കൈവശം വെച്ച, അദ്ദേഹം ചുമതല ഉണ്ടായിരുന്ന മുഴുവൻ വകുപ്പുകളും, പൊതുഭരണം, ആഭ്യന്തരം, IT, പരിസ്ഥിതി തുടങ്ങിയ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം പിണറായി വിജയൻ ഇത്തവണയും കൈകാര്യം ചെയ്യുന്നു. അദ്ദേഹത്തിന് കീഴിൽ തന്നെയാണ് ആ വകുപ്പുകളെല്ലാം. MV ഗോവിന്ദൻ മാസ്റ്റർ CPM-ലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ. അദ്ദേഹം തദ്ദേശവും എക്സൈസ് വകുപ്പ്, ഈ 2 വകുപ്പുകളുടെ ചുമതലയാണ് അദ്ദേഹത്തിനുണ്ടാവുക. MV ഗോവിന്ദൻ മാസ്റ്റർക്ക്. K രാധാകൃഷ്ണൻ ദേവസ്വം, പിന്നാക്കക്ഷേമം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. ഇതിനകം തന്നെ K രാധാകൃഷ്ണൻ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് വലിയ ചർച്ചകളും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസിറ്റീവായിട്ട് വരുന്നിട്ടുണ്ട്. KN ബാലഗോപാലാണ് സംസ്ഥാന സർക്കാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളിലൊന്ന് കൈകാര്യം ചെയ്യുന്നത്. ധനകാര്യ വകുപ്പ് KN ബാലഗോപാലാണ്. നേരത്തെ തന്നെ അക്കാര്യങ്ങളിൽ സൂചനകളുണ്ടായിരുന്നു. P രാജീവ് സംസ്ഥാനത്തെ CPM-ൻ്റെ പ്രധാനപ്പെട്ട യുവ നേതാവ്. അദ്ദേഹം വ്യവസായവും നിയമവും, 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്യും. വീണ ജോർജാണ് സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഏറ്റവുമേറെ ചർച്ച ചെയ്യപ്പെട്ട ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. KK ശൈലജയുടെ പിൻഗാമി എന്ന നിലക്ക് വീണ ജോർജ് വരികയാണ്. വലിയ പ്രതീക്ഷയാണ് അവരെക്കുറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്കും അണികൾക്കുമെല്ലാം തന്നെയുമുള്ളത്. സംസ്ഥാനത്ത് ഈ ലോകവ്യാപകമായിട്ട് ഒരു 100 വർഷങ്ങൾക്കിപ്പുറം കോവിഡ് എന്ന മഹാമാരി ഉണ്ടായ കാലത്ത് ആരോഗ്യവകുപ്പിലേക്ക് നിശ്ചയമായിട്ടും വളരെ ശ്രദ്ധ മുൻകാലങ്ങളിലേതിനേക്കാൾ എത്തിച്ചേർന്നിരുന്നു. അത് മികച്ച തോതിലാണ് ശൈലജ ടീച്ചർ കൈകാര്യം ചെയ്തിരുന്നത്. അങ്ങനെ ലോകശ്രദ്ധയിൽ തന്നെയുള്ള കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് വീണ ജോർജാണ് അതിൻ്റെ മന്ത്രി. PM മുഹമ്മദ് റിയാസ് CPM-ൻ്റെ യുവ നേതാവ്. അദ്ദേഹം പൊതുമരാമത്തും ടൂറിസവും താരതമ്യേന
നല്ല പ്രവർത്തനങ്ങൾ നടത്തേണ്ടുന്ന രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകൾ പൊതുമരാമത്ത്, ടൂറിസം എന്നീ വകുപ്പുകൾ PA മുഹമ്മദ് റിയാസ് കൈകാര്യം ചെയ്യും. VN വാസവനാണ് സഹകരണം രജിസ്ട്രേഷൻ വകുപ്പുകളുടെ മന്ത്രി എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഇത്തരം വിവരങ്ങളെല്ലാമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. VN വാസവൻ സഹകരണം, രജിസ്ട്രേഷൻ ഈ രണ്ട് വകുപ്പുകൾ കൈകാര്യം ചെയ്യും എന്നാണ് അറിയുന്നത്. V ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലക്കായിരിക്കും V ശിവൻകുട്ടിയെ നമ്മളിനി കാണുക. തൊഴിൽ, വിദ്യാഭ്യാസം എന്നീ വകുപ്പുകൾ V ശിവൻകുട്ടിയുടെ കീഴിലുള്ള വകുപ്പുകളാണ്. സജി ചെറിയാൻ ഫിഷറീസ്, സാംസ്കാരികം എന്നീ വകുപ്പുകളുടെ തലപ്പത്തേക്കാണ്. ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ആണ് അദ്ദേഹം. ഡോക്ടർ ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസം ആണ് അവരുടെ വകുപ്പ്. ഉന്നത വിദ്യാഭ്യാസം മുമ്പ് KT ജലീലിൻ്റെ കീഴിലായിരുന്ന ഉന്നത വിദ്യാഭ്യാസമാണ് അവരുടെ കൈവശം എത്തിയിട്ടുള്ളത്. V അബ്ദുറഹ്മാൻ ന്യൂനപക്ഷ ക്ഷേമം, പ്രവാസികാര്യം, സ്പോർട്സ് വകുപ്പുകളുടെ മന്ത്രിയാണ് V അബ്ദുറഹ്മാൻ. K കൃഷ്ണൻകുട്ടി ഘടകകക്ഷികളിൽ പ്രധാനപ്പെട്ട ജനതാദളിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ. അദ്ദേഹം വൈദ്യുതി വകുപ്പ്, കഴിഞ്ഞ തവണ ഈ പറഞ്ഞതുപോലെ ആരോഗ്യവകുപ്പ് എന്നപോലെ പല കാരണങ്ങൾ കൊണ്ട് പൊതുശ്രദ്ധയിൽ കൂടുതലായി വന്നിരുന്ന ശ്രീ M മണി കൈകാര്യം ചെയ്ത വൈദ്യുതി വകുപ്പ് K കൃഷ്ണൻകുട്ടി കൈകാര്യം ചെയ്യും. CPM ഘടകകക്ഷിക്ക് കൈമാറുകയാണ് അത്. അഹമ്മദ് ദേവർകോവിൽ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം നമ്മോടൊപ്പം സംസാരിക്കും. അദ്ദേഹം കൈകാര്യം ചെയ്യുക തുറമുഖം, പുരാവസ്തു എന്നീ വകുപ്പുകളാണ്. INLൻ്റെ നേതാവ് ഒറ്റ പാർട്ടി അംഗമേ ഉള്ളുവെങ്കിലും അവർക്ക് വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ തന്നെ കൈമാറിയിട്ടുണ്ട്, നൽകിയിട്ടുണ്ട് സർക്കാർ. റോഷി അഗസ്റ്റിൻ ജലവിഭവ വകുപ്പ് മന്ത്രിയായിരിക്കും. ശ്രീമതി J ചിഞ്ചുറാണി CPIയുടെ മന്ത്രി. മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നിങ്ങനെ രണ്ട് വകുപ്പുകളാണ് J ചിഞ്ചുറാണിയുടെ കീഴിൽ വരുന്നത്. GR അനിൽ CPI നേതാവ്. ഭക്ഷ്യ, സിവിൽ സപ്ലൈസ് നേരത്തെ അവർ തന്നെ കൈകാര്യം ചെയ്ത രണ്ട് വകുപ്പുകളാണ്. ഭക്ഷ്യ, സിവിൽ സപ്ലൈസ് വകുപ്പുകൾ GR അനിലിൻ്റെ കീഴിലാണ്. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ തവണ ഈ CPI നേതാക്കൾ കൈകാര്യം ചെയ്ത, മന്ത്രിമാർ കൈകാര്യം ചെയ്ത രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകൾ, ഒന്ന് കൃഷിയും ഒന്ന് ഈ ഭക്ഷ്യ സിവിൽ സപ്ലൈസുമായിരുന്നു. അതിൽ കൃഷി P പ്രസാദ് ആണ് മന്ത്രി. K രാജൻ റവന്യൂ വകുപ്പ് K രാജനാണ് ലഭിക്കുക. റവന്യൂ CPI വളരെ വർഷങ്ങളായിട്ട് കൈവശം വെക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഇടപെടലുകൾ എല്ലായ്പ്പോഴും ആവശ്യം വരാറുള്ള വകുപ്പാണ് റവന്യൂ വകുപ്പ്. K രാജൻ റവന്യൂ വകുപ്പ് മന്ത്രിയാകും. AK ശശീന്ദ്രൻ വനം വകുപ്പ് അദ്ദേഹം കൈകാര്യം ചെയ്യുകയാണ്. നേരത്തെയിൽ നിന്ന് വ്യത്യാസമുണ്ട്. AK ശശീന്ദ്രൻ വനം വകുപ്പാണ് അദ്ദേഹത്തിൻ്റെ വകുപ്പ്. ആൻ്റണി രാജു ഗതാഗത വകുപ്പിൻ്റെ മന്ത്രിയായിരിക്കും. ഗതാഗത വകുപ്പ് ആൻ്റണി രാജുവാണ് കൈകാര്യം ചെയ്യുക എന്നാണ് അറിയുന്നത്. നമുക്കൊപ്പം ഈ വരുന്ന 2 മണിക്കൂറുകളിൽ നിയുക്ത മന്ത്രിമാരും അവരവരുടെ സമയങ്ങളിലായിട്ട് പങ്കെടുക്കും. എല്ലാവരും തന്നെയും എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ശ്രീ അഹമ്മദ് ദേവർകോവിലാണ്. തുറമുഖം, പുരാവസ്തു വകുപ്പുകളാണ് അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ശ്രീ അഹമ്മദ് ദേവർകോവിൽ, വളരെ വളരെ കാലം INL ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പുറത്ത്, പക്ഷേ ഒട്ടും രാഷ്ട്രീയമായിട്ട് ഏതെങ്കിലും വിധത്തിൽ മുന്നണിയെ ഉപേക്ഷിക്കാതെ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഇത് ഒരു തുടർഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യമായിട്ട് നേടുമ്പോൾ ആ മന്ത്രിസഭയിൽ, അതായത് പിണറായി വിജയൻ്റെ രണ്ടാം സർക്കാരാണെങ്കിലും വളരെ ഫ്രഷായിട്ട് വരുന്ന ഈ സർക്കാരിൽ നിങ്ങളുടെ പാർട്ടിക്കൊരു മന്ത്രിസ്ഥാനമുണ്ട്. അത് താങ്കൾ തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട 2 വകുപ്പുകളുമുണ്ട്. ഏത് വിധത്തിലുള്ളൊരു സന്തോഷമാണ്, ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ളൊരു ബോധമാണ് ഈ ഘട്ടത്തിലുള്ളത്? വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇതിനെ നമ്മൾ കൈകാര്യം ആഗ്രഹിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നീണ്ട 27 വർഷക്കാലം മുന്നണിയോടൊപ്പം അല്ലെങ്കിലും ഞങ്ങൾ ഒരു ആദർശപരമായ നിലപാടിൻ്റെ പേരിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുകയും കഴിഞ്ഞ 2 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഘടകകക്ഷിയായി ചേർക്കപ്പെടുകയും ചെയ്ത ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു വരാൻ കഴിയുകയും ഈ മന്ത്രിസഭയിൽ ഒരംഗമായി തുടരാൻ നിൽക്കാനുള്ള അവസരം നൽകുകയും ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു വഴിത്തിരിവാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മന്ത്രിസ്ഥാന ലബ്ധി വളരെ ആഹ്ലാദമുണ്ടാക്കുന്നുണ്ട്. അവിടെ ശ്രീ അഹമ്മദ് ദേവർകോവിൽ, ഇവിടെ 2 പ്രധാനപ്പെട്ട ഈ വകുപ്പുകളുണ്ടല്ലോ, തുറമുഖം, പുരാവസ്തു വകുപ്പുകൾ. തുറമുഖത്തിലൊക്കെ വളരെ പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകൾ സംസ്ഥാനത്തിന് മുമ്പാകെ ഉള്ളതാണ്. ഈ വകുപ്പുകളെ സംബന്ധിച്ചുള്ളൊരു അതിനകത്ത് എന്തൊക്കെ ചെയ്യേണ്ടി വരുമെന്നൊക്കെ സംബന്ധിച്ചുള്ളൊരു പ്രാഥമികമായിട്ടുള്ള പഠനമൊക്കെ നടത്തിയിട്ടുണ്ടാകുമല്ലോ നിശ്ചയമായിട്ടും. എളുപ്പത്തിൽ കൈകാര്യം ചെയ്തു പോകാവുന്ന കാര്യങ്ങൾ എന്നാണോ മനസ്സിലാക്കിയിരിക്കുന്നത്?
അല്ല, കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിൽ ഒരുപാട് നദികളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലക്ക് തന്നെ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കോഴിക്കോട് ബേപ്പൂർ തുറമുഖം, ആ തുറമുഖത്തിൽ നിന്നാണ് ലക്ഷദ്വീപിലേക്കുള്ള സാധാരണ കപ്പൽ സർവീസുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. സുഗമമായ രീതിയിൽ ദ്വീപ് നിവാസികൾക്ക് യാത്ര ചെയ്യാനുള്ള യാത്രാ സൗകര്യം ഒരുക്കേണ്ടതായിട്ടുണ്ട്. പഴയ കാലങ്ങളിൽ അഴീക്കോട് തുറമുഖത്തിൽ നിന്നും കപ്പൽ സർവീസുകൾ ഉണ്ടായിരുന്നു. പിൽക്കാലത്തത് നിന്നുപോയതാണ്. അവിടെ നിന്നും വീണ്ടും അത്തരം സർവീസുകൾ പുനരാരംഭിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ കടലോര മേഖല എന്ന് പറയുന്നത് വളരെ പ്രവിശാലം തന്നെയാണ്. പലയിടത്തും കടൽക്ഷോഭത്തിൻ്റെ ഫലമായി വലിയ രീതിയിലുള്ള വെള്ളച്ചാട്ടം കരകളിലേക്ക് കടന്നു വരികയും പരിസരത്ത് താമസിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ചെയ്യപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ട്. അതിനൊരു പരിഹാരം കാണേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ ഇറക്കുമതി ചെയ്യപ്പെടുന്ന പല വസ്തുക്കൾക്കും പകരമായി ആ വരുന്ന കപ്പലുകളിൽ പുതിയ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. വളരെ ഭാരിച്ച ഉത്തരവാദിത്വം തന്നെയാണിത് എന്നെനിക്കറിയാം. നമുക്കറിയാം, ഇപ്പം വിഴിഞ്ഞത്ത് ഒരു പദ്ധതിയുടെ ഏതാണ്ട് പണിപ്പുരയിലാണ്, ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന ബോധ്യം എനിക്കുണ്ട്. അവിടെ ശ്രീ അഹമ്മദ് ദേവർകോവിൽ ഇടപെട്ട് ആ വിഴിഞ്ഞം സംബന്ധിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ. ശ്രീ വിഴിഞ്ഞം, ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആദ്യകാലത്ത് മറ്റൊരു അഭിപ്രായമായിരുന്നു. മറ്റൊരു അഭിപ്രായം എന്ന് വെച്ചാൽ അവിടെ തികച്ചും വ്യത്യസ്തമായുള്ളൊരു അഭിപ്രായം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്, പ്രത്യേകിച്ചും CPM-നൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് പക്ഷേ അതിലേക്ക് നിർബന്ധിതമാകുന്ന സാഹചര്യം വരികയും അത് നടപ്പാക്കാൻ തീരുമാനിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വലിയ അന്താരാഷ്ട്ര ശ്രദ്ധയുള്ള ഒരു പദ്ധതിയാണ്. അതിനകത്തൊക്കെ വരുന്ന വെല്ലുവിളികളെക്കുറിച്ച് ഒക്കെ ഉള്ളൊരു പ്രാഥമിക ബോധ്യമൊക്കെ താങ്കൾക്കും പാർട്ടിക്കും മുന്നണിക്കാകെ തന്നെയും ഉണ്ടാകുമല്ലോ. അത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ളൊരു ആത്മവിശ്വാസമൊക്കെ ആയിട്ടുണ്ടോ? തീർച്ചയായും ഒരു പുതിയ പ്രതിനിധി എന്ന നിലക്ക് വിഷയങ്ങളെക്കുറിച്ച് സമഗ്രമായി പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള അല്പം കൂടി സാവകാശം എനിക്ക് ലഭിക്കേണ്ടതുമുണ്ട്. എങ്കിലും വിഴിഞ്ഞത്ത് വരാനിരിക്കുന്ന പദ്ധതികൾ നല്ല രീതിയിൽ നടപ്പിലാക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാ കാലങ്ങളിലും ഒരേപോലെയല്ല ആളുകൾ ചിന്തിക്കുന്നത് എന്നുകൊണ്ട് തന്നെ പഴയ കാലങ്ങളിലുള്ള അതേ നിലപാട് തന്നെ തുടരണം എന്നാരോടും വാശി പിടിക്കാൻ നമുക്ക് കഴിയില്ല. കാലികമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ചില നിലപാടുകളിൽ മാറ്റങ്ങൾ അനിവാര്യമായി വരും. അത്തരം ഒരു മാറ്റമാണ് ഈ വിഷയത്തിലും ഉണ്ടായിട്ടുള്ളത്. അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് അതെങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതും അതാണ് നടപ്പിലാക്കേണ്ടതും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിമിഷം മുഹമ്മദ് ദേവർകോവിൽ, ഞാൻ താങ്കളിലേക്ക് തന്നെ വരാം. എനിക്ക് 1-2 ചോദ്യങ്ങൾ കൂടിയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നതുകൊണ്ട് അതിലേക്കൊന്ന് പോയതിനു ശേഷം ഞാൻ താങ്കളിലേക്ക് വരാം. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം പരമാവധി കുറയ്ക്കുന്നത് പരിഗണിക്കണമെന്ന് ഹൈക്കോടതി. MLA-മാരുടെ ബന്ധുക്കളെ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കാനാകുമോ എന്ന് പരിശോധിക്കണം. കോവിഡ് ചട്ടങ്ങൾ കർശനമായി പാലിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, എന്ന് വെച്ചാൽ ഈ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ നടത്താം, അക്കാര്യങ്ങളിൽ തടസ്സം സൃഷ്ടിക്കേണ്ടതില്ല എന്ന നിലപാടാണല്ലോ കോടതി എടുത്തതായി കാണുന്നത്. ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുക മാത്രമാണോ കോടതി ചെയ്തിരിക്കുന്നത്? സനീഷ്, 2 നിർദ്ദേശങ്ങളും ഒരു ഉത്തരവും, അതായത് 2 കാര്യങ്ങൾ. പരമാവധി ആളുകളുടെ എണ്ണം കുറയ്ക്കാൻ പറ്റുമോ എന്ന് സർക്കാർ നോക്കണമെന്ന് പറയുന്നു. ഒപ്പം ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാരുടെ ബന്ധുക്കളെ ചടങ്ങിലേക്ക് പങ്കെടുപ്പിക്കാതിരിക്കാൻ കഴിയുമോ എന്ന് ശ്രദ്ധിക്കണം. പക്ഷേ കോവിഡ് പ്രോട്ടോകോൾ കൃത്യമായി പാലിച്ചു വേണം ചടങ്ങ് നടത്തുക എന്നിങ്ങനെ 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നേരത്തെ തന്നെ സർക്കാർ അറിയിച്ചിരുന്നു 350ഓളം ആളുകൾ മാത്രമേ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന്. നേരത്തെ 500 പേർ പങ്കെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നെങ്കിലും ക്ഷണക്കത്തിൽ ലഭിച്ച പലരും ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ആളുകളുടെ എണ്ണം കുറയുമെന്ന് സർക്കാർ തന്നെ അറിയിച്ചിരുന്നു. ഒപ്പം ചടങ്ങിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കും എന്നും പറഞ്ഞു. കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിച്ചാവും ചടങ്ങ് നടക്കുക എന്നും സർക്കാർ കോടതിയിൽ ഉറപ്പ് നൽകി. ഇത്തരമൊരു ഉറപ്പിന്റെ കൂടെ പശ്ചാത്തലത്തിൽ ആളുകളുടെ എണ്ണം കുറയ്ക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. ഇതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഈ 3 കാര്യങ്ങൾ അവ കൃത്യമായി പാലിച്ചു വേണം ഈ
ചടങ്ങ് നടത്താൻ രണ്ട് കാര്യങ്ങൾ: ബന്ധുക്കളെ ഒഴിവാക്കുക, ആളെണ്ണം കുറയ്ക്കുക. ഇക്കാര്യങ്ങൾ രണ്ടും സർക്കാരിന്റെ പരിഗണനയിൽ വരുന്ന കാര്യങ്ങളുമാണ്. സനീഷ്, നന്ദി അനീഷ്. ആ വിവരങ്ങൾക്ക്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ആളുകളുടെ എണ്ണം പരമാവധി കുറക്കണമെന്നാണ് ഹൈക്കോടതി ഹർജി പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് തന്നെ വന്നാൽ, മന്ത്രി ശ്രീ അഹമ്മദ് ദേവർകോവിൽ നമ്മോടൊപ്പം, നിയുക്ത മന്ത്രി ഇപ്പോൾ നമ്മോടൊപ്പം തുടരുന്നുണ്ട്. ശ്രീ അഹമ്മദ് ദേവർകോവിൽ, എനിക്ക് താങ്കളുടെ വകുപ്പും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് 1-2 ചോദ്യങ്ങളുണ്ട്. അതിന് മുമ്പ്, ഇങ്ങനെയൊരു കോടതിയുടെ ഉത്തരവൊക്കെ വന്ന സ്ഥിതിക്ക് താങ്കളുടെ ബന്ധുക്കളൊക്കെ പങ്കെടുക്കുന്നുണ്ടാകുമോ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ? ഒന്ന്, ആദ്യമായിട്ടാണ് പാർട്ടിക്ക് തന്നെയും ഒരു മന്ത്രിസ്ഥാനം കിട്ടുന്നത്. അതൊരു വലിയ ആഹ്ലാദത്തിനുള്ള മുഹൂർത്തമാണ്, യാതൊരു സംശയവുമില്ല. ബന്ധുക്കളും പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഒക്കെ എത്തുമോ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ? കോവിഡ് പ്രോട്ടോകോൾ പരിപൂർണമായും പാലിച്ചുകൊണ്ട് നേരത്തെ കോടതിയോട് ഗവൺമെൻറ് നൽകിയ ഉറപ്പിൽ ഉറച്ചു നിന്നുകൊണ്ട് മന്ത്രിമാർക്കും ബന്ധുക്കൾക്കും പങ്കെടുക്കുന്നതിന് കുഴപ്പമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിയമവിരുദ്ധമല്ലാത്ത രീതിയിൽ നിയമവിധേയമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമുണ്ട് എന്ന് തോന്നുന്നില്ല. പരമാവധി ആളുകളെ കുറച്ചുകൊണ്ട് തന്നെയാണ് ഈ ഫംഗ്ഷൻ നടക്കാൻ വേണ്ടി പോകുന്നത്. ശരി, അത് മതി. ഞാനത് ആ വിഷയം അതിനകത്ത് വന്നതുകൊണ്ട് ഞാൻ താങ്കളോട് ആ കാര്യം ഒന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ. താങ്കൾ നേരത്തെ സംസാരിച്ചപ്പോൾ, അതായത് ഈ പാർട്ടിയുടെ തന്നെയും ചരിത്രത്തിൽ അല്ലെങ്കിൽ മുന്നോട്ട് പോക്കിൽ പരമപ്രധാനമായൊരു ടേണാണ് ഈ മന്ത്രിസഭയ്ക്കകത്ത് ഒരു മന്ത്രിയായിട്ടുള്ള അംഗത്വം പാർട്ടി നേതാവ് എന്ന നിലക്ക് താങ്കൾക്ക് കിട്ടുന്നത് എന്നത് സൂചിപ്പിച്ചുവല്ലോ. നിശ്ചയമായിട്ടും അത് അങ്ങനെയാണ്. കാരണം ഇത്രയും കാലം ഈ മുസ്ലിം ലീഗ് എന്ന വലിയ പാർട്ടിയുടെ, ആളെണ്ണം കൂടുതലുള്ള പാർട്ടിയുടെ പ്രവർത്തകരിൽ നിന്ന് പിരിഞ്ഞു പോന്നിട്ട് ഒരു രാഷ്ട്രീയമായ പോരാട്ടം അനവധി തവണ, അനവധി വർഷങ്ങൾ മുന്നണിക്ക് പുറത്തു നിൽക്കേണ്ടി വരുന്ന സാഹചര്യം, ആ തരത്തിലുള്ള രാഷ്ട്രീയമായ പരിഹാസങ്ങൾക്കൊക്കെ ഇരയാകുന്ന ഒരു ചെറിയ പാർട്ടി എന്ന നിലയ്ക്ക് ഇപ്പോൾ വലിയ സന്തോഷത്തിലേക്ക് വരുമ്പോൾ, താങ്കളുടെ മന്ത്രിസ്ഥാനം കൊണ്ടത് പാർട്ടി കൂടെ ഒന്ന് ഊർജ്ജത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് വിചാരിക്കുന്നുണ്ടാകുമല്ലോ താങ്കളല്ലേ? അങ്ങനെ താങ്കളുടെ മന്ത്രിസ്ഥാനം കൊണ്ട് പാർട്ടിക്ക് തന്നെയും നേട്ടമുണ്ടാകും എന്നൊരു വിചാരം ഈ ഘട്ടത്തിലില്ലേ? തീർച്ചയായും ഈ മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് ദീർഘകാലമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിനുള്ള ഒരു അംഗീകാരമാണ്. അധികാരം കൂടി കയ്യിൽ വരുമ്പോൾ ഈ അധികാരത്തെ ബഹുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുമോ ഇല്ലേ എന്ന ഒരു പരിശോധന ഞങ്ങളിൽ നിന്ന് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട്. തികച്ചും സത്യസന്ധമായ രീതിയിൽ ജനോപകാരപ്രദമായ പരിപാടികൾ നടപ്പിലാക്കിക്കൊണ്ടായിരിക്കും ഈ വകുപ്പും ഞങ്ങളുടെ ഗവൺമെൻറ് മുമ്പോട്ട് പോവുക എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു നിലപാടുമായി ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ പഴയ കാലത്തെ ചില മന്ത്രിസഭകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പിണറായി സർക്കാരും INLന്റെ പ്രതിനിധിയും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു എന്ന ബോധ്യം പൊതുസമൂഹത്തിനുണ്ടാകുമ്പോൾ ഒരു മാറിച്ചിന്ത മറുഭാഗത്തുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കഴിഞ്ഞ 5 വർഷക്കാലത്തെ പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്തത്. അതുകൊണ്ടാണ് കഴിഞ്ഞ UDF ഭരണകാലത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു ഭരണ തുടർച്ചയ്ക്കുള്ള ജനാധിപത്യ അവകാശം രേഖപ്പെടുത്താൻ കേരളത്തിലെ ജനങ്ങൾ പിണറായി സർക്കാരിന് അനുകൂലമായി രേഖപ്പെടുത്താൻ തയ്യാറായത് എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ശ്രീ അഹമ്മദ് ദേവർകോവിൽ, ഇതിപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ കൂടെ സഹകരണം പ്രധാനമാണല്ലോ ഒരു മന്ത്രിസ്ഥാനത്തൊക്കെ ഇരിക്കുമ്പോൾ. പ്രതിപക്ഷത്തിനെന്ന് വെച്ചാൽ INLനോട് നല്ല ശത്രുതയുള്ള മുസ്ലിം ലീഗിൻ്റെതടക്കമുള്ള വളരെ പരിചയമുള്ള സാമാജികർ, കുറച്ച് ആളുകളെ ഉള്ളുവെങ്കിലും നല്ല പരിചയമുള്ള സാമാജികർ നിയമസഭയ്ക്കകത്തുണ്ടാകും. നിശ്ചയമായിട്ടും അവരുടെ ചോദ്യം ചെയ്യലുകൾ, അവരുടെ പ്രതിപക്ഷം എന്ന നിലക്കുള്ള പ്രവർത്തനം, അതൊക്കെ അവിടെ ഉണ്ടാവുകയില്ലേ? അവരുടേതടക്കമുള്ള സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ടോ താങ്കൾ? ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷം എന്ന് പറയുന്നത് അനിവാര്യമായ ഒരു സംഗതി തന്നെയാണ്. തികച്ചും പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി തന്നെയായിരിക്കും ഗവൺമെൻറ് അവരോട് സമീപിക്കുക. കാര്യങ്ങളെ ആ രീതിയിൽ നോക്കിക്കാണാൻ പ്രതിപക്ഷത്തിനും ബാധ്യതയുണ്ട്. പഴയ കാലമല്ലല്ലോ ഇത്. നിയമസഭക്കകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങൾ അപ്പോൾ തന്നെ അറിയാനുള്ള സംവിധാനങ്ങളുണ്ട് എന്നതുകൊണ്ട് തന്നെ ബഹുജനങ്ങൾക്ക് മുമ്പിൽ അത്തരം കോമാളിത്തരങ്ങളിലേക്ക് UDFന്റെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികൾ വരും എന്ന വിശ്വാസം എനിക്കില്ലാത്തത് കൊണ്ട് തന്നെ അത്തരം നിയമസഭാ നടപടികളെ ഭംഗിയാക്കി തന്നെ നടത്തിക്കൊണ്ടു പോകാൻ കഴിയുമെന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ശ്രീ അഹമ്മദ് ദേവർകോവിൽ, ഞാൻ വളരെ പെട്ടെന്ന് താങ്കളിലേക്ക് വരാം. ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുകൊണ്ടാണ്. എനിക്ക് 1-2 ചോദ്യങ്ങൾ കൂടെ താങ്കളോടുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് വരാം ഇടവേളയിലേക്ക്.
അപ്പോൾ നമ്മൾ പറ്റുകയാണെങ്കിൽ നമ്മൾ ഗ്ലൗ ഉപയോഗിക്കുക. ഇപ്പം എല്ലാ കടകളിലെയും നിയുക്ത മന്ത്രി ശ്രീ അഹമ്മദ് ദേവർകോവിൽ നമ്മോടൊപ്പം തത്സമയം തുടരുകയാണ്. ശ്രീ അഹമ്മദ് ദേവർകോവിൽ, കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് ഈ എല്ലാ മന്ത്രിമാർക്കെതിരെയും സർക്കാരിനെതിരെ ആകെ തന്നെയും വലിയ ആക്രമണങ്ങളാണല്ലോ ഉണ്ടായിരുന്നത്. ആരോപണങ്ങൾ, വലിയ രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായല്ലോ. താരതമ്യേന സൗമ്യരായിട്ടുള്ള സ്പീക്കർ ശ്രീരാമകൃഷ്ണനും കെ ടി ജലീലിനെയും പോലുള്ള ആളുകളെല്ലാം അതിശക്തമായിട്ടുള്ള പ്രതിപക്ഷ വിമർശനത്തിനും മാധ്യമങ്ങളുടെ വിമർശനത്തിനുമൊക്കെ ഇരയായി. നിശ്ചയമായിട്ടും ഈ രണ്ടാം ടേമാണ് പ്രതിപക്ഷത്തിന് ശക്തി കുറവേ ഉള്ളൂ എന്നതൊക്കെ ഒരു സാഹചര്യമാണെങ്കിൽ തന്നെയും തുടക്കം മുതൽ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള നല്ല ഓഡിറ്റിംഗ് പ്രതീക്ഷിക്കേണ്ടതല്ലേ? ആ നിലക്ക് പ്രതിപക്ഷവും മാധ്യമങ്ങളുമൊക്കെ വിമർശിക്കാനെടുക്കുന്ന വിഷയങ്ങളിലൊന്നും തലയിടാതെ, എന്ന് വെച്ചാൽ അത്തരം കാര്യങ്ങൾക്ക് അത്തരം എന്തെങ്കിലും കുഴപ്പം പിടിച്ച തീരുമാനങ്ങളിലേക്കൊന്നും പോകാതെ ഈ 5 വർഷക്കാലത്തെ ഭരണം കൊണ്ടുപോകാനാകും വകുപ്പിൽ എന്ന പ്രതീക്ഷയാണോ ഈ ഘട്ടത്തിലുള്ളത്? ജനോപകാരപ്രദമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഭരണം പൂർത്തീകരിച്ചത്. പ്രതിപക്ഷം ന്യായമായും അന്യായമായി എന്തെങ്കിലും കാര്യങ്ങൾ ഭരണപക്ഷം ചെയ്യുന്നുവെങ്കിൽ മാത്രമായിരുന്നു അതിനെതിരായ നിലപാട് സ്വീകരിക്കേണ്ടത്. നമുക്കറിയാം, കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സംഘപരിവാർ ശക്തികളാണ്. അവർ കേരളത്തിലെ ഇടതുമുന്നണി ഭരണത്തെ തകർക്കുന്നതിന് വേണ്ടി 5ഓളം ഏജൻസികളെ കേരളത്തിൽ വിന്യസിച്ച് മാസങ്ങളോളം അന്വേഷണങ്ങൾ നടത്തിയിട്ടും ഒരു മന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ ഈ മന്ത്രിസഭയ്ക്കെതിരെയോ ഒരു തുമ്പുള്ള കേസും പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭിമാനകരമായ നേട്ടമായി തന്നെ ഞാൻ കാണുകയാണ്. പ്രതിപക്ഷം ഉത്തരവാദിത്ത നിർവഹണത്തിൽ നിന്ന് പിറകോട്ടടിച്ചുകൊണ്ട് കോമാളിത്തരങ്ങൾ കളിച്ചാൽ ഈ രാജ്യത്തെ ജനങ്ങളുടെ വോട്ടുകൾ കിട്ടും എന്ന തെറ്റായ ധാരണ അവർ വെച്ചു പുലർത്തുന്നു എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെയാണ് ആ കോമാളി വേഷം കെട്ടിയ ആളുകൾക്കെതിരായി ജനം വിധിയെഴുതിയത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. പിണറായി സർക്കാരിൻ്റെ തുടർച്ചയായി വരുന്ന ഈ സർക്കാരും ജനോപകാരപ്രദമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ആരെന്ത് വിളിച്ചു കൂടിയാലും അതൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് തന്നെ ജനോപകാരപ്രദമായ പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിയും എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഒരൊറ്റ ചോദ്യം കൂടെ ശ്രീ അഹമ്മദ് ദേവർകോവിൽ, ഇവിടെ സാധാരണഗതിയിൽ ഒറ്റ അംഗം മാത്രമുള്ള ചെറിയ പാർട്ടികൾ ഈ മന്ത്രിസ്ഥാനത്തേക്കൊക്കെ വന്നാൽ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നം സ്വന്തം പാർട്ടിക്കകത്ത് തന്നെ ഉള്ള പ്രശ്നങ്ങളാണ്. അതായത് ഈ ഒരു അധികാര സ്ഥാനത്തേക്ക് അപ്രതീക്ഷിതമായിട്ട് എത്തുന്നു. ഇതിപ്പോൾ INL അവിടെ മത്സരിക്കുമ്പോൾ നിശ്ചയമായിട്ടും വിജയം എന്നൊന്നുമായിരുന്നില്ലല്ലോ സ്ഥിതി, വലിയ ശക്തമായ പോരാട്ടമായിരുന്നു. അപ്പോൾ വിജയിക്കുന്നു, മന്ത്രിയാകുന്നു. ഇത്തരം പാർട്ടികളിൽ സാധാരണഗതിയിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ ഈ വളരെ പ്രധാനപ്പെട്ട മറ്റു നേതാക്കളും ഉണ്ടാകും. അപ്പോൾ അവരുമായിട്ട് ഉരസലിലേക്ക് പോകേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെല്ലാം എങ്ങനെ അതിജീവിക്കാമെന്നാണ് വിചാരിക്കുന്നത്? അത്തരം സാഹചര്യങ്ങളൊന്നും ഞങ്ങളെ പാർട്ടിക്കകത്തുണ്ടാകാനുള്ള യാതൊരു സാധ്യതയില്ല. ഒന്ന്, നീണ്ട 27 വർഷക്കാലം ഒരാദർശപരമായ നിലപാടിന് വേണ്ടി മാത്രം നിലകൊള്ളുകയും അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് തികച്ചും മാറി നിൽക്കുകയും ചെയ്ത ആളുകളാണ് ഞങ്ങൾ. ഞങ്ങൾക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ആയിരുന്നില്ല ഞങ്ങൾ മത്സരിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾക്ക് അനുവദിച്ച 3 സീറ്റിലാണ് ഞങ്ങൾ മത്സരിച്ചത്. 3 സീറ്റിലും ഗണ്യമായ വോട്ടുകൾ നേടാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 10,000-ഓളം വോട്ടുകൾ ഞങ്ങൾ പരാജയപ്പെട്ട കാസർഗോഡ് മണ്ഡലത്തിലും വള്ളിക്കുന്ന് മണ്ഡലത്തിലും ഞങ്ങൾക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. കോഴിക്കോട് സൗത്തിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ജയിച്ചു വന്നിട്ടുള്ളത്. അങ്ങനെ ജയിച്ചു വന്ന പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലക്കും പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്ന നിലക്കും സ്വാഭാവികമായും ഈ മന്ത്രിസഭയിൽ അംഗമാകേണ്ടത് ഞാനാണ് എന്ന് തന്നെയാണ് പാർട്ടി തീരുമാനിച്ചത്. മറ്റ് MLA-മാർ ജയിച്ചു വന്നിരുന്നെങ്കിൽ പോലും പാർട്ടിയുടെ തീരുമാനം ഇത് തന്നെയായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങൾക്കും സാധ്യതയില്ല എന്ന കാര്യം ഇവിടെ ഓർപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അധികാരത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിന്റെ അപകർഷങ്ങൾക്ക് വേണ്ടി കടിപിടി കൂടുന്നത് സ്വാഭാവികമാണ്. ഇതിൽ നിന്നും വ്യത്യസ്തമാണ് INL എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. ശരി, വളരെ വളരെ നന്ദി ശ്രീ അഹമ്മദ് ദേവർകോവിൽ, ഞങ്ങളോടൊപ്പം ഇത്രയും നേരം ഇരുന്നതിന്. എല്ലാവിധ ആശംസകളും ന്യൂസ് 18 വേണ്ടി ഞങ്ങൾ നേരുകയാണ്. വളരെ ശുഭകരമായ ഒരു 5 വർഷത്തിലേക്ക്
ഈ പ്രധാനപ്പെട്ട 2 വകുപ്പുകളിൽ മികച്ച പ്രവർത്തനങ്ങൾ, അതായത് ഞങ്ങളടക്കമുള്ള ഈ കേരള ജനതയ്ക്ക് സന്തോഷകരമാകുന്ന ഗുണപരമാകുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ താങ്കൾക്ക് സാധിക്കട്ടെ. അതിനുള്ള എല്ലാ സഹകരണങ്ങളും എല്ലാ ഭാഗത്തുനിന്നും താങ്കൾക്ക് ലഭിക്കട്ടെ. 5ാം വർഷം ഇറങ്ങുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന ആത്മസംതൃപ്തിയോടെ ഇറങ്ങാനുള്ള ആശംസകൾ കൂടെ മുൻകൂറായിട്ട് ഇപ്പോഴേ നൽകുകയാണ്. വളരെ വളരെ നന്ദി ഞങ്ങളോടൊപ്പം ഇരുന്നതിന്. നന്ദി, നമസ്കാരം. വളരെ പെട്ടെന്ന് മറ്റ് മന്ത്രിമാർ കൂടെ നമ്മോടൊപ്പം ചേരും. നിയുക്ത മന്ത്രിമാരെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്പസമയത്തിനകം നമ്മുടെ ഫ്രെയിമിൽ ഓരോരുത്തരായിട്ട് എത്തിച്ചേരും. വളരെ പെട്ടെന്ന് അതിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. This program പുലരിയിൽ എന്തിനാണ് വാർത്തകൾ പൊട്ടിത്തെറിക്കുന്നത്? സൗമ്യമായി പറഞ്ഞാൽ പോരെ കാര്യങ്ങൾ? വോട്ടിനെ കുറിച്ച് മാത്രമല്ല, അറിയണ്ടേ പാട്ടിനെ കുറിച്ചും. നമസ്കാരം. ന്യൂസ് 18 ഗുഡ് മോർണിംഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജാമ്യമോ കസ്റ്റഡിയോ? ട്രംപിനെ കുറിച്ച് മാത്രമല്ല, അറിയണ്ടേ വമ്പിനെ കുറിച്ചും. 100 കോടി വ്യൂസും കടന്ന യൂട്യൂബിൽ രാജ്യത്ത് ഇന്ധനവില ഐഎസ്എല്ലിൽ ഹൈദരാബാദ് സകല വാർത്തകളും അറിഞ്ഞ് ഒരു ദിവസം തുടങ്ങാൻ 1.5 മണിക്കൂർ. ന്യൂസ് 18 ഗുഡ് മോർണിംഗ് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണിക്ക്. മനോഹരമായ നാട്ടിൻപുറത്തിന്റെ നനവുള്ള മണ്ണിന്റെ ഗന്ധമുള്ള പച്ചയായ ചൂടുള്ള മധുരമുള്ള ശക്തമായ ചുവടുറപ്പുള്ള വാർത്തകൾ. നാട്ടുവർത്തമാനം. നാട്ടുവർത്തമാനം. ഓരോ നാടിന്റെയും മനോഹരമായ കാഴ്ചകൾ. സ്വർണ്ണത്തിളക്കമുള്ള വയൽനാട്. വയലാർ പ്രണയിച്ച പെരിയാർ. നല്ല ചൂടുള്ള മധുരമുള്ള വാർത്തകൾ. കത്രിക കട്ടില്ലാതെ. നാട്ടുവർത്തമാനം. ഹായ് ഫ്രണ്ട്സ്, വീക്കെൻഡൊക്കെ അല്ലേ? അപ്പോൾ എൻ്റെ വീട്ടിലെ സാധനങ്ങളും തീർന്നിരിക്കുകയാണ്. ഞാനും ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പോൾ നിങ്ങളും ലോക്ക്ഡൗൺ കാലത്ത് ഷോപ്പിങ്ങിന് ഇറങ്ങുന്നുണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആവശ്യ സാധനങ്ങൾ മാത്രം വാങ്ങിക്കുക. 1-2 ആഴ്ചയ്ക്ക് ഒരു ലിസ്റ്റായിട്ട് തന്നെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പോവുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ മാസ്ക് ധരിക്കുക. പർച്ചേസിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ പല സ്ഥലത്തും ടച്ച് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ പറ്റുകയാണെങ്കിൽ നമ്മൾ ഗ്ലൗ ഉപയോഗിക്കുക. ഇപ്പോൾ എല്ലാ കടകളിലെയും സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കാൻ വേണ്ടിയിട്ട് അവർ ചില തരത്തിൽ സർക്കിൾസ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ സർക്കിൾസിൽ നമ്മൾ കയറി നിൽക്കണം. നമ്മളും ക്യൂ നിൽക്കുമ്പോൾ ആ 2 മീറ്റർ ഡിസ്റ്റൻസ് പാലിക്കുക. ഇപ്പോൾ പല കടകളിലും ഈ ഫ്രണ്ടിൽ കിട്ടി ഒരു മുന്നണി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേൽക്കുകയാണ്. മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ സത്യപ്രതിജ്ഞ ചെയ്യാൻ.
കോവിഡ് പ്രോട്ടോകോൾ ഉള്ളതുകൊണ്ട് മഹാമാരിയുടെ വൈറസ് നമ്മുടെ നാട്ടിലാകപ്പാടെ പരന്നിരിക്കുന്നു എന്ന ഭയമുള്ളതുകൊണ്ട് എല്ലാവരും വീട്ടിൽ കഴിയുകയാണെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ, സജീവരായിട്ടുള്ള പ്രവർത്തകർ മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്ത ആളുകളും അതിനോട് താല്പര്യമുള്ള ആളുകളുമെല്ലാം വളരെ ആവേശത്തോടെ കാത്തിരിക്കുന്ന, വളരെ സന്തോഷത്തോടു കൂടി കാത്തിരിക്കുന്ന ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കാൻ അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ. നമുക്കറിയാം, പിണറായി വിജയൻ സർക്കാരിൽ ബഹുഭൂരിപക്ഷം പേരും മന്ത്രിമാർ പുതിയ ആളുകളാണ്. നേരത്തെ മന്ത്രി സ്ഥാനത്തൊന്നും വരുന്ന പരിചയമില്ലാത്ത ആളുകൾ. പക്ഷേ വളരെ വർഷങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം കേരളം എന്ന നമ്മുടെ നാട്ടിൽ ആകപ്പാടെയുള്ള ചെറുപ്പക്കാരും പ്രായത്തിൽ മുതിർന്നവരുമായിട്ടുള്ള ആളുകൾ ചേർന്ന ഒരു അതിഗംഭീര മന്ത്രിസഭയാണിതെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ വിശ്വസിക്കുന്നു. വി ഡി സതീശനെ പോലെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെയും പുതുമുഖങ്ങൾക്ക് ഇത്രയേറെ പ്രാതിനിധ്യമുള്ള ഈ മന്ത്രിസഭയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് പരസ്യമായി തന്നെയും പ്രതികരിക്കുന്ന സാഹചര്യവും വന്നു. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് പോകാനാകും എന്ന ആത്മവിശ്വാസമാണുള്ളത്. ഈ പല ആളുകളെയും രാഷ്ട്രീയമായിട്ട് കേരളത്തിന് നന്നായിട്ട് അറിയാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വടക്ക് നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയാൽ താനൂർ എന്ന ലീഗ് കോട്ടയിൽ ചെങ്കൊടി പാറിച്ചാണ് വി അബ്ദുറഹ്മാൻ നിയമസഭയിലെത്തിയത്. പിടിച്ചടക്കിയത് ഇക്കുറി നിലനിർത്തിയപ്പോൾ അബ്ദുറഹ്മാന് ലഭിക്കുന്നത് രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിപദം. മലപ്പുറത്ത് വലതുപക്ഷത്ത് നിന്ന് കളം മാറി ഇടതുപക്ഷത്തെത്തി മന്ത്രിയാകുന്ന മൂന്നാമത്തെ നേതാവാണ് അബ്ദുറഹ്മാൻ. KSUവിലൂടെയാണ് വി അബ്ദുറഹ്മാൻ രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിച്ചത്. ആദ്യകാലത്ത് ബാലജന സഖ്യത്തിലും പിന്നീട് യൂത്ത് കോൺഗ്രസിലും സജീവമായിരുന്നു. തിരൂർ നഗരസഭാ കൗൺസിലറും വൈസ് ചെയർമാനുമായിട്ടുണ്ട് ഇദ്ദേഹം. UDFന്റെ അടിത്തറ ഇളക്കാൻ 2014 ആദ്യമായി ഇടതുപക്ഷം വി അബ്ദുറഹ്മാന് അവസരം നൽകിയത്. KPCC എക്സിക്യൂട്ടീവ് സ്ഥാനം രാജിവെച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ ഇടതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു വി അബ്ദുറഹ്മാന്റെ ആദ്യ അംഗം. ജയിച്ചില്ലെങ്കിലും ET മുഹമ്മദ് ബഷീറിന്റെ ഭൂരിപക്ഷം 3-1 കുറച്ച് UDF കേന്ദ്രങ്ങളെ ഞെട്ടിച്ച അബ്ദുറഹ്മാൻ പിന്നെ ഇറങ്ങിയത് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താനൂരിൽ ലീഗിലെ അബ്ദുറഹ്മാൻ രണ്ടത്താണിക്കെതിരെ. ഫലം വന്നപ്പോൾ ചരിത്രം തിരുത്തി. താനൂരിലെ ആദ്യ ഇടത്-MLA-ആയി അബ്ദുറഹ്മാൻ നിയമസഭയിലെത്തി. രണ്ടാം അംഗത്തിൽ എതിരാളിയായ PK ഫിറോസിനെ ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ അടിയറു പറയിപ്പിച്ചു. മുസ്ലിം സംഘടനകളിൽ നിന്നുള്ള പിന്തുണയും വിപുലമായ വ്യക്തിബന്ധങ്ങളുമാണ് രണ്ടാം അംഗത്തിലും നിർണായകമായത്. എന്തായാലും എൻ്റെ ദൗത്യം തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക, എല്ലാവരും ഒന്നിച്ചു കൊണ്ടുപോകാം. എതിർപ്പാളയത്തിൽ നിന്നും ഇടതു ചേർന്ന ശേഷം മന്ത്രിയായവർ മുമ്പുമുണ്ട് മലപ്പുറത്ത്. കോൺഗ്രസിൽ നിന്നെത്തിയ TK ഹംസയും ലീഗ് വിട്ടുവന്ന KT ജലീലും ആ പട്ടികയിൽ ഇനി വി അബ്ദുറഹ്മാനുമുണ്ടാകും. ഇതോടെ സ്വതന്ത്രരെ ഇറക്കി ഉരുക്കുകോട്ടകളിൽ പുതുചരിത്രം രചിക്കുന്ന മലപ്പുറം മോഡൽ ഇടതുതന്ത്രത്തിന് കൂടുതൽ സ്വീകാര്യത കൈവരികയാണ്. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. കോഴിക്കോട് നിന്ന് മുഹമ്മദ് ഷഹീദ് നമ്മോടൊപ്പം ചേരും. ഷഹീദിനോട് ഈ പറയുന്ന വടക്കൻ മേഖലയിൽ നിന്നുള്ള എല്ലാ മന്ത്രിമാരെയും കുറിച്ചും അവരുടെ വരവ് മന്ത്രിസഭയ്ക്കും ഒപ്പം പൊതുവിൽ സംസ്ഥാന രാഷ്ട്രീയത്തിനും ഉണ്ടാക്കുന്ന ഇളക്കങ്ങളെക്കുറിച്ചുമാണ്, ചലനങ്ങളെക്കുറിച്ചുമാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ആദ്യം ഷഹീദ്, നേരത്തെ നമ്മൾ അഹമ്മദ് ദേവർകോവിലിനോട് സംസാരിച്ചു. അദ്ദേഹം വിശദമായിട്ട് ആദ്യത്തെ ചോദ്യത്തിന് തന്നെ മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞതിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ മുന്നോട്ട് പോക്കിൻ്റെ കാര്യം കൂടെയുണ്ട്. എത്രയോ വർഷമായിട്ട് ഈ മുന്നണിക്ക് അകത്തിടം കിട്ടാതെ പക്ഷേ നല്ല മുന്നണി കൂറോടുകൂടി, രാഷ്ട്രീയ കൂറോടുകൂടി അവിടെ നിന്നതിനുള്ള ഒരു സമ്മാനം എന്ന നിലക്ക് കിട്ടുകയും പക്ഷേ അത് പാർട്ടിയുടെ INL എന്ന ചെറിയ പാർട്ടിയെന്ന് നമ്മൾ കണക്കാക്കുന്ന ആ പാർട്ടിയുടെ മുന്നോട്ട് പോക്കിന് വലിയ ഗുണപരമായിട്ടുള്ള കാര്യം ചെയ്യുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ആ നിലക്ക് രാഷ്ട്രീയമായ ഇളക്കങ്ങൾ കൂടെ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണല്ലോ. ഇപ്പോൾ വി അബ്ദുറഹ്മാൻ, അദ്ദേഹം ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിൽ നിന്ന് വന്നു. ന്യൂനപക്ഷം, പ്രവാസി കാര്യം, സ്പോർട്സ് എന്നിങ്ങനെ പ്രത്യേകിച്ചും ആ മേഖലയിലുള്ള ആളുകളോട് നേർക്കുനേർ വേഗത്തിൽ ബന്ധപ്പെടേണ്ടുന്ന, അല്ലെങ്കിൽ നേർക്കുനേർ തന്നെയും ബന്ധപ്പെടേണ്ടുന്ന, ഓരോ ആളുകളെയും സ്പർശിക്കുന്ന വകുപ്പുകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യാനും പോകുന്നത്. നമുക്ക് അബ്ദുറഹ്മാനും തുടങ്ങാം. അബ്ദുറഹ്മാൻ്റെ മന്ത്രിസ്ഥാനത്തേക്കുള്ള വരവ് ആ മേഖലയിലെ കാര്യങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുക? സനീഷ്, തീർച്ചയായും നമ്മൾ നേരത്തെ അനുമോദിൻ്റെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗിൻ്റെ കോട്ടയായ താനൂരിൽ അട്ടിമറി വിജയം നേടിയാണ് അബ്ദുറഹ്മാൻ നിയമസഭയിലേക്ക് 2016 എത്തിയത്. രണ്ടാമതും സീറ്റ് അബ്ദുറഹ്മാന് നൽകാൻ അല്ലെങ്കിൽ മത്സരിപ്പിക്കാനുള്ള CPM നിർദ്ദേശം വന്നത് ഒരുപക്ഷെ താനൂർ പിടിച്ചെടുക്കാൻ അബ്ദുറഹ്മാനിൽ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ CPM കണ്ടിരുന്നില്ല എന്നുള്ളത് കൂടിയാണ്. അത് റിസൾട്ട് ഉണ്ടാവുകയും അത് ഫലം കാണുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന് നൽകിയ വകുപ്പുകൾ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. പ്രവാസി കാര്യം, ന്യൂനപക്ഷക്ഷേമ വകുപ്പ്, ന്യൂനപക്ഷകാര്യ മന്ത്രിയായി അദ്ദേഹം വരുന്നു എന്നുള്ളത് പ്രത്യേകിച്ചും മലപ്പുറത്ത് നമുക്കറിയാം, ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി
വർഷങ്ങളായി 2016 തെരഞ്ഞെടുപ്പിൽ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങളുടെ വോട്ടിൽ ഒരു ഷിഫ്റ്റ് ഇടതുപക്ഷത്തിലേക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് വലിയ തോതിൽ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളത് CPM വിലയിരുത്തിയൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ അണികൾ തന്നെ വലിയ തോതിൽ ആക്രമണവും വിമർശനവും ഒക്കെയായി പരസ്യ വിമർശനവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ വകുപ്പുകൾ നൽകിക്കൊണ്ട് മലപ്പുറത്ത് നിന്നും ഒരു മന്ത്രിയെ ഉയർത്തിക്കൊണ്ടുവരുന്ന അല്ലെങ്കിൽ മന്ത്രി വേണം എന്നുള്ളത് CPMന്റെ ലക്ഷ്യമാണ്. പ്രത്യേകിച്ചും വി അബ്ദുറഹ്മാൻ എടുത്തു നോക്കിയാൽ മുസ്ലിം സംഘടനകളുമായി സമസ്ത പോലുള്ള സംഘടനകളുമായൊക്കെ വലിയ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ്. ആ തരത്തിലുള്ള ഒരു ഇടപെടൽ വി അബ്ദുറഹ്മാന് നടത്താൻ കഴിയും എന്നുള്ള കാര്യം CPM കാണുന്നുണ്ട്. അത് എത്രത്തോളം വി അബ്ദുറഹ്മാന് നടത്താൻ കഴിയും, അല്ലെങ്കിൽ ഇപ്പോൾ മുന്നോട്ട് നമ്മൾ പറഞ്ഞതുപോലെയുള്ള സമുദായ സംഘടനകളുമായുള്ള ഇടപെടൽ, ഒപ്പം തന്നെ മാറി വരുന്ന മുസ്ലിം ലീഗിലെ തന്നെ യുവജനങ്ങളുടെ മനസ്സ് എത്രത്തോളം ഇടതുപക്ഷത്തിന് അനുകൂലമാക്കി എടുക്കാനൊക്കെ തനിക്ക് ലഭിച്ച വകുപ്പിലൂടെ, ഏറ്റവും പ്രധാനമായും പ്രവാസി വകുപ്പ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വകുപ്പ് തന്നെയാണ്. കാരണം വലിയ തോതിലുള്ള പ്രവാസികൾ ഉള്ള ഒരു മേഖല തന്നെയാണ് മലപ്പുറം മലബാർ മേഖലയുമൊക്കെ. അവരുടെ ദൈനംദിന ജീവിതവുമായി അവരുടെ ജീവൽ പ്രശ്നവുമായി നേരിട്ട് ഇടപെടാൻ കഴിയുന്ന ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന നിലയിൽ വലിയ റോൾ അദ്ദേഹത്തിന് വഹിക്കാനുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് രാഷ്ട്രീയമായി എത്രത്തോളം ഇടതുപക്ഷത്തിനെ അനുകൂലമാക്കാൻ കഴിയും എന്നുള്ളത് ഒരു വെല്ലുവിളി, അല്ലെങ്കിൽ അബ്ദുറഹ്മാന്റെ മുമ്പിലുള്ളൊരു ചോദ്യമാണ് എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവ പരിചയം, പ്രത്യേകിച്ചും കോൺഗ്രസിൽ നിന്നും രാഷ്ട്രീയ പ്രവർത്തകനായി വന്ന ആൾ കൂടിയാണ്. ആ തരത്തിലാണ് ഇടതുപക്ഷ CPM പാളയത്തിലേക്ക് അദ്ദേഹം എത്തുന്നത്, ഇടതു കേന്ദ്രത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ പരിചയമൊക്കെ വെച്ച് അബ്ദുറഹ്മാന് അത് ആ രീതിയിലുള്ള CPM മുന്നോട്ട് വിഭാവനം ചെയ്ത ആ ലക്ഷ്യം അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യം. പ്രത്യേകിച്ച് ഷഹീദ്, വളരെ പെട്ടെന്ന് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, എനിക്ക് ഇടവേളയിലേക്ക് പോകണം. അതിനു മുമ്പ് ഈ അഹമ്മദ് ദേവർകോവിലിന്റെ വരവ് INL എന്ന പാർട്ടിയെ ഏത് നിലക്കായിരിക്കും സഹായിക്കുക? അത് വലിയൊരു മുന്നോട്ട് പോക്കാണ്. ആ പാർട്ടിക്ക് ഒരു മന്ത്രിസ്ഥാനം എന്നത് ചെറിയ കാര്യമല്ല. പക്ഷേ അദ്ദേഹത്തോട് ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു, അദ്ദേഹം അത് തള്ളിക്കളഞ്ഞെങ്കിലും ഈ പറയുന്ന ചെറിയ പാർട്ടി ആയതുകൊണ്ടുണ്ടാകാവുന്ന സംഘർഷങ്ങൾ അതിനകത്ത് ഉണ്ടാകാനിടയുണ്ടോ? ഒരു മന്ത്രിസ്ഥാനം എന്ന അധികാര പദവി, മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ, ഇത്രയും കാലം ജോലി ചെയ്ത പ്രധാനപ്പെട്ട നേതാക്കൾ, അങ്ങനെയുള്ള അസ്വാരസ്യം ഉണ്ടാകാനിടയുണ്ടോ? അല്ലെങ്കിൽ നമ്മളെല്ലാം കരുതുന്ന പോലെ ഇത് കുറേയേറെ ആദർശത്തിലൊക്കെ അടിയുറച്ചു നിൽക്കുന്നൊരു പാർട്ടി കൂടെയാണല്ലോ. ഇത്രമാത്രം കാലം ഈ മുന്നണിക്കകത്ത് ഇങ്ങനെ നിന്നിട്ട് പോലും ഉറച്ചു തന്നെ നിന്ന ഒരു പാർട്ടിയാണല്ലോ. അവരവരുടെ സവിശേഷത പോസിറ്റീവായിട്ട് കാണിക്കുമോ? തീർച്ചയായും സനീഷ് രണ്ടാമത് പറഞ്ഞതിനാണ് സാധ്യത. കാരണം രാഷ്ട്രീയപരമായി വലിയ അഭിമാനമുണ്ടാക്കുന്നതാണ്, ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതാണ് INL ലഭിച്ച മന്ത്രിസ്ഥാനം എന്നുള്ളതിൽ തർക്കമില്ല. അതിൽ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചൂണ്ടിക്കാണിച്ചതുപോലെ, ദേവർകോവിൽ തന്നെ പറഞ്ഞതുപോലെ 25 വർഷക്കാലം ഇടതുമുന്നണിയുടെ ഭാഗം പോലും അല്ലാതെ മാറി നിൽക്കേണ്ടി വന്ന ഒരു സംഘടന. ആ കാലയളവിൽ INL അനുഭവിച്ച വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയുണ്ട് എന്നുള്ളത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. കാരണം 92 ശേഷം 94 INL ബാബരി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷം 94 INL രൂപീകരിക്കുന്നത്. അതിനുശേഷം വലിയൊരു വിഭാഗം നേതൃനിരയിലും വലിയൊരു വിഭാഗം പ്രവർത്തകരും INL കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അന്നൊക്കെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയമായും സാമ്പത്തികമായും ഒക്കെ വലിയ കെട്ടുറപ്പുള്ള ഘടനയെ എതിർത്ത് നിന്നുകൊണ്ടാണ് അവർ തങ്ങളുടെ രാഷ്ട്രീയം മുന്നോട്ട് പോയത്. പക്ഷേ അപ്പോഴൊക്കെ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കാൻ കഴിയുക, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാകാൻ കഴിയാത്തതിനെ തുടർന്ന് പലപ്പോഴും ചില CPM നേതാക്കന്മാരെങ്കിലും ചില ആരോപണങ്ങൾ വരെ ഉന്നയിച്ചതിനെ തുടർന്ന് അവർക്ക് മാറി നിൽക്കേണ്ടി വന്നു. അങ്ങനെ മാറി നിൽക്കേണ്ടി വന്നതിൻ്റെ നഷ്ടം നികത്താനുള്ള ഒരു അവസരമായി അവരിപ്പോൾ കൈവന്നിരിക്കുകയാണ്. അത് ആ അർത്ഥത്തിൽ തന്നെ അവർ ഉപയോഗിക്കുമെന്ന് നമുക്ക് കരുതാം. അങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് അവരുടെ നേതാക്കൾ നമ്മോട് പങ്കുവെക്കുന്നത്. ശരി, നന്ദി ഷഹീദ്. വിവരങ്ങൾക്ക് നമ്മൾ ഓരോ മന്ത്രിമാരെയും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചലനങ്ങളെയും ഒക്കെ മന്ത്രിമാരും ഈ സത്യപ്രതിജ്ഞയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ മന്ത്രിമാരും സർക്കാരും ഒക്കെ പോകുന്ന സാഹചര്യത്തിൽ അത് പരിശോധിച്ച് പോവുകയാണ് വളരെ പെട്ടെന്ന്. ഷഹീദ്, വളരെയധികം നന്ദി. ചെറിയൊരു ഇടവേളയുണ്ട്. ഇടവേളയ്ക്ക് ശേഷം നിയുക്ത മന്ത്രി ശ്രീ GR അനിൽ, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ GR അനിൽ നമ്മോടൊപ്പം ചേരും. ശ്രീ GR അനിൽ, ഞങ്ങളുടെ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം. ഞങ്ങളോട് സംസാരിക്കാൻ സമയം തന്നതിന് വളരെയധികം നന്ദി. ഞാൻ വളരെ പെട്ടെന്ന് താങ്കളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. This program co-presented by ICL. നിയുക്ത മന്ത്രി ശ്രീ GR അനിൽ ആണ് നമ്മോടൊപ്പം അടുത്ത ഒരു അരമണിക്കൂർ ചേരുന്നത്. CPIയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കൗൺസിൽ അംഗവുമാണ് അഡ്വക്കേറ്റ് GR അനിൽ. AISFലൂടെ പൊതുരംഗത്തേക്ക് എത്തിയ GR അനിൽ 6 വർഷമായി CPIയുടെ ജില്ലാ സെക്രട്ടറിയാണ്. 7.5 വർഷക്കാലം പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി. കഴിഞ്ഞ 12 വർഷമായി പാർട്ടി സംസ്ഥാന കൗൺസിൽ അംഗം. AISF, AIYF, കിസാൻ സഭ എന്നീ സംഘടനകളുടെ ജില്ലാ സെക്രട്ടറിയായും സംസ്ഥാന ഭാരവാഹിയായും ദീർഘകാലത്തെ പ്രവർത്തന പാരമ്പര്യം. AITUC സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗവും വിവിധ യൂണിയനുകളുടെ ജില്ലാ സംസ്ഥാന ഭാരവാഹിയുമാണ്.
MG കോളേജിൽ പ്രീ ഡിഗ്രിയും യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് BA പൊളിറ്റിക്സ് ബിരുദവും ലോ അക്കാദമി ലോ കോളേജിൽ നിന്ന് LLB ബിരുദവും സ്വന്തമാക്കി. വിദ്യാർത്ഥി യുവജന രംഗങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ നിരവധി സമരങ്ങളിൽ പങ്കെടുത്ത് പലതവണ പോലീസ് മർദ്ദനവും 3 തവണ ജയിൽവാസവും അനുഭവിച്ചിട്ടുണ്ട്. 10 വർഷക്കാലം തിരുവനന്തപുരം നഗരസഭയിൽ നേമം വാർഡിനെ പ്രതിനിധീകരിച്ച് ശ്രദ്ധേയമായ പ്രവർത്തനമാണ് GR അനിൽ നടത്തിയത്. കേരളത്തിന് മാതൃകയായ സ്കൂളുകളുടെ പ്രഭാത ഭക്ഷണ പരിപാടി, ക്യാൻസർ രോഗം ബാധിച്ച പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനുള്ള സാന്ത്വനം പദ്ധതി, ശാന്തി കവാടത്തിന്റെ ആധുനികവൽക്കരണം, പാവപ്പെട്ടവർക്ക് കുറഞ്ഞ നിരക്കിൽ മൊബൈൽ മോർച്ചറി തുടങ്ങിയ പദ്ധതികളിലെല്ലാം അനിലിന്റെ കൈമുദ്രയുണ്ട്. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തിരുവനന്തപുരം നഗരം ശുചീകരിക്കുന്ന ലോക ശ്രദ്ധയാകർഷിച്ച പദ്ധതിയുടെ സൃഷ്ടികർത്താവ് കൂടിയാണ് അഡ്വക്കേറ്റ് GR അനിൽ. VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. അഡ്വക്കേറ്റ് GR അനിൽ നമ്മോടൊപ്പം ഇപ്പോഴുണ്ട്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. അല്പസമയത്തിനകം മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് നമ്മുടെ ഈ വകുപ്പിൻ്റെ തലപ്പത്തേക്ക് ഔദ്യോഗികമായിട്ട് എത്തിച്ചേരും. വളരെ നന്ദി ശ്രീ GR അനിൽ, ഞങ്ങളോടൊപ്പം ഇരിക്കാൻ തീരുമാനിച്ചതിന് സ്വാഗതം. ശ്രീ GR അനിൽ, ഇവിടെ ഈ നേരത്തെ നിരവധിയായിട്ടുള്ള വർഷങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുണ്ട്. വിദ്യാർത്ഥി കാലത്ത് തന്നെയും രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലക്ക് ഈ പൊതുസമൂഹത്തിൻ്റെ ധാരയിലേക്ക് ഇറങ്ങിയ ആളാണ്. ഭരണപരിചയത്തിനും ഒരു കുറവൊന്നുമില്ല. കൗൺസിലർ ആയിട്ടാണെങ്കിലും ഈ അത്തരം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലൊക്കെ പ്രവർത്തിച്ചതിൻ്റെ അനുഭവ പരിചയമുണ്ട്. സ്വാഭാവികമായിട്ടും ഇതൊരു പുതിയ കാര്യമായിരിക്കില്ല. പക്ഷേ എങ്കിലും മന്ത്രിയാവുക എന്നത് ഒരു പുതിയ മേഖലയിലേക്ക് വരികയാണല്ലോ. എന്ന് മാത്രവുമല്ല, ഒരു തുടർഭരണം വലിയ പ്രതീക്ഷയോടെ ജനം ഏൽപ്പിച്ചിരിക്കുന്ന പിണറായി വിജയൻ്റെ 2ാം സർക്കാരിൽ ഏത് നിലക്കാണ് കാര്യങ്ങളെ കാണുന്നത്? എത്രയ്ക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട് മുന്നോട്ടുള്ള കാര്യങ്ങളിൽ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ നന്നായി വിലയിരുത്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ്, വികസന പ്രവർത്തനങ്ങൾക്കാണ് ജനങ്ങൾ അംഗീകാരം നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് 2ാം ഊഴം വീണ്ടും ഇടതുപക്ഷ മുന്നണിക്ക് കേരളം നൽകിയത് എന്ന് നമുക്കെല്ലാം അറിയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ 95% നടപ്പാക്കിയത് നമുക്ക് അറിവുള്ളതാണ്. വരുന്ന നാളുകളിലും അതിനനുസരിച്ച് പുതിയ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഭരണരംഗത്തേക്ക് മുന്നോട്ട് പോകാൻ പോകുന്നത്. നല്ല ശുഭാപ്തി വിശ്വാസമാണ്. ജനങ്ങളുടെ ജീവിത ദുരിതം അകറ്റുവാൻ ഒരു ഗവൺമെൻറ് കഴിഞ്ഞ 2 വർഷമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മളെല്ലാം കാണുന്നുണ്ട്. എന്നുമാത്രമല്ല, 5 വർഷവും പ്രളയമടക്കമുള്ള കാര്യങ്ങളിൽ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളെ സംരക്ഷിക്കാൻ ഗവൺമെൻറ് എല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ മാതൃക ലോകത്തിന് തന്നെ മാതൃകയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് വരുന്ന ആളുകളിലും ഈ ഗവൺമെൻറ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത ഇടതുപക്ഷം ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള പ്രവർത്തന ശൈലിയായിരിക്കും നടപ്പാക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശ്രീ അനിൽ, ഇവിടെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഈ ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ തിരിച്ചെത്താൻ അവർക്ക് ഉപകാരപ്പെട്ട, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉപകാരപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ജനക്ഷേമ കാര്യങ്ങളിൽ ഒന്ന് ഈ പ്രളയമുണ്ടായപ്പോൾ, പിന്നീട് മഹാമാരി ഉണ്ടായപ്പോഴൊക്കെ ആളുകളുടെ വീടുകളിലേക്ക് നേരിട്ടെത്തിയ ഈ കിറ്റ് ആണല്ലോ. എന്ന് വെച്ചാൽ താങ്കളിപ്പോൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന വകുപ്പിൻ്റെ നേരിട്ടുള്ള പ്രവർത്തനം നടക്കേണ്ടുന്ന ഒരു സ്ഥലം. താങ്കളുടെ മുൻഗാമിയായിരുന്ന തിലോത്തമൻ ആ നിലക്ക് അതിനെ വളരെ സൈലൻ്റ് ആയിട്ടാണെങ്കിലും വളരെ മികച്ച തോതിലാണ് മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് ആ വകുപ്പിനെ പരിശോധിക്കുന്ന ആളുകളെല്ലാം തന്നെയും പറയുന്നുണ്ട്. നേർക്കുനേർ ഏറ്റവും താഴെത്തട്ടിലെ ആളുകളെ അടക്കം സ്പർശിക്കുന്ന, അവരുടെ വിശപ്പ് മാറ്റുന്ന ഒരു വകുപ്പ് എന്ന നിലക്ക് അത് കൈകാര്യം ചെയ്യുമ്പോൾ പുതുതായിട്ട് എന്തൊക്കെ ആലോചനകളാണ് താങ്കളുടെ ഉള്ളിൽ ഉണ്ടാവുക? എന്തായിരിക്കും പുതുതായിട്ട് താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കുക? കഴിഞ്ഞ ഗവൺമെൻറ്റിൽ ഭക്ഷ്യമന്ത്രി എന്ന നിലയിൽ തിലോത്തമൻ നടത്തിയ പ്രവർത്തനം വളരെ മാതൃകാപരമാണ്. ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ആ ഭക്ഷ്യവകുപ്പിനെ മാറ്റിയെടുക്കാൻ നന്നായി പരിശ്രമിച്ചു. പൊതുവിതരണ രംഗം രാജ്യത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ് എന്ന് ജനങ്ങൾക്ക് കാട്ടിക്കൊടുക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി ആ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ അതിനനുസരിച്ചുള്ള പരിപാടി തയ്യാറാക്കി ജനങ്ങളടുത്തേക്ക് പോകുന്ന ഒരു ശൈലിയായിരിക്കും ഞാൻ സ്വീകരിക്കാൻ പോകുന്നത്. ഈ പൊതുവിതരണ സംവിധാനം രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സംഗതിയായിട്ട് സംസ്ഥാനം പിണറായി വിജയൻ്റെ 1ാം സർക്കാർ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. ഈ പൊതുവിതരണ സംവിധാനം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഭക്ഷ്യവിതരണം, ഭക്ഷ്യക്ഷേമമൊക്കെ
പല വെല്ലുവിളികളും നേരിടുന്നൊരു കാലമാണല്ലോ. അത് ആവർത്തിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ ചർച്ചകളിലും മറ്റുമൊക്കെ പറയുന്നൊരു കാര്യമാണ്. CPI ആണെങ്കിലും CPM ആണെങ്കിലും നേതാക്കൾ. അതിപ്പോൾ ഏത് നിലക്കായിരിക്കും അത്തരം വെല്ലുവിളികളെ നേരിടാനാവുക? മുൻകാലങ്ങളിൽ കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായിരുന്ന അത്രയ്ക്ക് സജീവമായിട്ടുള്ള സംഗതികളല്ല ഇപ്പോൾ ഈ പറയുന്ന സഹായങ്ങൾ എത്തുന്നില്ല എന്നല്ല, പക്ഷേ അതിൻ്റെ സ്വഭാവമാകെ തന്നെ മാറിയിട്ടുണ്ട് എന്ന് ഇടതുപക്ഷത്തെ നേതാക്കൾ പലപ്പോഴായിട്ട് പറയാറുണ്ട്. അത്തരം വെല്ലുവിളികളെ എങ്ങനെയായിരിക്കും മറികടന്ന് പോവുക? കേന്ദ്ര ഗവൺമെൻറ് സബ്സിഡികൾ ഒന്നൊന്നായി അവസാനിപ്പിക്കുകയാണ്. അതെല്ലാ മേഖലയിലും നമുക്ക് കാണാൻ കഴിയും. ഭക്ഷ്യവിതരണ രംഗത്താണെങ്കിലും ഒരു ചെറിയ വിഭാഗത്തിന് മാത്രം സൗജന്യങ്ങൾ ലഭിച്ചാൽ മതി എന്നുള്ള കാഴ്ചപ്പാടാണ് രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. എന്നാൽ കേരളത്തിൽ വ്യത്യസ്തമായ നിലപാടാണെന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഭക്ഷ്യവിതരണ രംഗത്ത് ആളുകൾക്ക് കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഗവൺമെൻറ് കാണുന്നത്. എന്നുമാത്രമല്ല, അത്തരം പ്രവർത്തനങ്ങളിലൂടെ പൊതു മാർക്കറ്റിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിയുമെന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. ആ വിലക്കയറ്റം പിടിച്ചു നിർത്തുവാൻ ഭക്ഷ്യധാന്യങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ആളുകൾക്ക് നൽകുവാനുള്ള പരിശ്രമമാണ് തിലോത്തമൻ്റെ കാലത്ത് നടന്നത്. അത് തന്നെയാണ് കൂടുതൽ മെച്ചപ്പെടുത്തി നടത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഈ ഭക്ഷ്യവസ്തുക്കളടങ്ങിയ കിറ്റ് എന്നത് വളരെ വലിയ ഒരു ആശ്വാസമായിരുന്നു ജനത്തിന്. ഇപ്പോഴും ആശ്വാസമാണ്. ഇപ്പോഴും നമ്മൾ ഈ മഹാമാരിയുടെ വലിയ ഒരു തരംഗത്തിനകത്ത് നിൽക്കുകയാണ്. വലിയ പ്രയാസമുണ്ട്. ആളുകൾക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ഉണ്ട്. വരും മാസങ്ങളിലും ഈ കിറ്റ് വിതരണം തുടരുമോ? അതിനെ സംബന്ധിച്ച് ഇടതുപക്ഷ മുന്നണി ആലോചിച്ചിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഗവൺമെൻറ് അതിനെ സംബന്ധിച്ച് ഗൗരവമായി ആലോചിക്കും. എന്നാൽ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ തുടങ്ങിയ കിറ്റ് വിതരണം അത് അവസാനിപ്പിക്കാതെ തുടരുന്നതിൻ്റെ കാരണം നിങ്ങൾക്കും എനിക്കും അറിയാം. നാട്ടിൽ കോവിഡ് മഹാമാരിയുടെ രണ്ടാം വരവ് ജനങ്ങളെ വല്ലാതെ പ്രയാസപ്പെടുത്തുകയാണ്. ജോലിയില്ലാത്ത ഒരു സാഹചര്യമാണ് ഗ്രാമീണ മേഖലയിലടക്കം കാണുന്നത്. നാട്ടുമ്പുറങ്ങളിലെ സാധാരണ ജീവിതം വളരെ പ്രയാസകരമാകുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് അത് മുടങ്ങാതെ കൊടുക്കുന്ന ഒരു ശൈലിയാണ് കഴിഞ്ഞ മാസങ്ങൾ സ്വീകരിച്ചത്. വരുന്ന നാളുകളിൽ അതിനെന്തു വേണമെന്നതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് കൂട്ടായിട്ടുള്ള ആലോചനയിലൂടെ ജനങ്ങൾക്ക് പ്രയാസം അകറ്റുവാനുള്ള നിലപാട് സ്വീകരിക്കും. നിശ്ചയമായിട്ടും അത് സർക്കാർ രൂപീകരണത്തിന് ശേഷം ആലോചിച്ച് തന്നെയും എടുക്കേണ്ടുന്ന തീരുമാനമാണ്. പക്ഷേ ഈ ദുരിതം താങ്കളും ഞാനും ഇപ്പോൾ പറഞ്ഞതുപോലെ ദുരിതം തുടരുകയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും മന്ത്രി എന്ന നിലയ്ക്ക് താങ്കളുടെ ഒരു നിർദ്ദേശമുണ്ടാവുക അത് നമുക്ക് ജനക്ഷേമപരമായിട്ടുള്ള അത്തരം കാര്യങ്ങൾ തുടരണം എന്ന് തന്നെ ആയിരിക്കില്ലേ? അതെ, സാങ്കല്പികമായ ചോദ്യത്തിൻ്റെ മറുപടി ഞാൻ പറയുന്നില്ല. എന്നാൽ വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ഇന്ന് നൽകുന്നത് അതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യമാണോ എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിക്കും. അതിനനുസരിച്ച് ജനസംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു വകുപ്പ് തന്നെയായിരിക്കും ഭക്ഷ്യവകുപ്പ്. ശരി, സാങ്കല്പികമായ ചോദ്യമല്ല അത്. നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മുടെ മുന്നിലൊരു വസ്തുത ഉള്ളതുകൊണ്ടാണ്, ഈ പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. താങ്കൾ ഈ പറയുന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നിശ്ചയമായിട്ടും അത്തരം ജനക്ഷേമ സംഗതികൾ സർക്കാർ തുടരുമെന്ന് തന്നെയാണ്. അടുത്ത് ശ്രീ GR അനിൽ, ഇവിടെ ഈ വകുപ്പുമായി ബന്ധപ്പെട്ട് ഇതിനകം ഒരു എല്ലാ കാര്യങ്ങളിലേക്കും ഒന്ന് പരിശോധിച്ചു പോവുക എന്നതുണ്ടായിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ നമ്മുടെ മുന്നിലൊരു വെല്ലുവിളി എന്ന് കാണുന്ന എന്തെങ്കിലും സംഗതികളുണ്ടോ താങ്കൾക്ക്? അങ്ങനെ കുറച്ച് ഈ പരിഹരിച്ചു പോകണം, അക്കാര്യത്തിൽ കുറെ കൂടെ ശ്രദ്ധ കൂടുതൽ കൊടുക്കണം ഈ വകുപ്പിൽ എന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും? അതിനെ സംബന്ധിച്ച് വകുപ്പുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം എനിക്ക് പൊതുവിതരണ മേഖലയാണ് എൻ്റെ ചുമതലയായി വരാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് പാർട്ടിയും ഇടതുപക്ഷ മുന്നണിയും ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ആ തീരുമാനത്തിനനുസരിച്ച് ആ മേഖലയിൽ ചെയ്യാൻ കഴിയുന്ന പരിപാടികളെക്കുറിച്ച് ഞങ്ങൾ നന്നായി മനസ്സിലാക്കും, പരിപാടി തയ്യാറാക്കും. LDFൻ്റെ പ്രകടന പത്രികയ്ക്ക് അനുസൃതമായിട്ട് അത് വിജയകരമായി നടത്താൻ ശ്രമിക്കുന്നതാണ്. ഇതിപ്പോൾ CPM-ഉം CPI-യും പരമാവധി പുതുമുഖങ്ങളെയാണ്. CPI മുഴുവൻ പേരെയും പുതിയ ആളുകളെയാണ് മന്ത്രിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. അത് വലിയ ഗുണം ചെയ്യുമോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പാർട്ടിക്കോ മുന്നണിക്കോ എന്ന നിലക്ക് മാത്രമല്ല നാട്ടുകാർക്കാകെ തന്നെയും അതൊരു ഗുണപരമായിട്ടുള്ള കാര്യമായിട്ട് മാറുമോ? താങ്കൾക്കാണെങ്കിൽ ഈ നേരത്തെ ഉണ്ടായിരുന്ന മന്ത്രിമാരുടെ അടക്കമുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ കിട്ടാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുമോ? അല്ല, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ തുടർച്ചയാണ്. നിങ്ങൾ അറിയേണ്ടത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതാദ്യമായിട്ടല്ല പുതുമുഖങ്ങളെ ഈ ഭരണരംഗത്തേക്ക് അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ മുൻ ഗവൺമെൻറ്റുകളിൽ നിങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും, കേരളത്തിലെ 4 മന്ത്രിമാരും അതിൽ 2 പേർ MLA ആകുന്നതിന് മുമ്പ് തന്നെ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത അനുഭവം കേരളത്തിലുണ്ട്. ആ 4 മന്ത്രിമാരും പുതുമുഖങ്ങൾ തന്നെയായിരുന്നു. സി ദിവാകരനാണെങ്കിലും മുല്ലക്കർ നാഥനാണെങ്കിലും
KP രാജേന്ദ്രനാണെങ്കിലും ബിനോയ് വിശ്വമാണെങ്കിലും ഭരണരംഗത്തൊരു പുതുമുഖങ്ങൾ എന്ന നിലയിൽ അവർ നന്നായി ആ 5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ശ്രദ്ധേയമായ തലത്തിൽ നിർവഹിച്ചവരാണ്. അത് കാണിക്കുന്നത് അത് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തും അത് കാണാൻ കഴിയും. അപ്പോൾ അത്തരം ഗവൺമെൻറ്റുകളിൽ ഇടതുപക്ഷ മുന്നണി പുതുമുഖങ്ങളെ കൊണ്ടുവരുന്നതിലൂടെ പുതിയ കേഡർമാരെ ബോധപൂർവമായി വളർത്തിക്കൊണ്ടുവന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് നല്ല സംഭാവന നൽകുക എന്ന കാഴ്ചപ്പാടാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. അത് പാർട്ടിയുടെ സംഘടനാ രംഗത്തും അതുതന്നെയാണ്. അതുപോലെ ഭരണരംഗത്തെ കാര്യങ്ങളിലും ഞങ്ങൾ അടിമുടി ആ നിലയിലുള്ള ഒരു ശൈലിയാണ് കുറേ നാളുകളായി സ്വീകരിച്ചു വരുന്നത്. അത് ജനങ്ങൾ നന്നായി സ്വീകരിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തെ, ആ നിലപാടിനെ, ഗവൺമെൻറ്റിൻ്റെ ആ നിലപാട് പാർട്ടി സ്വീകരിച്ചതിനെ ജനങ്ങൾ 2 കൈയും നീട്ടി സ്വാഗതം ചെയ്ത അനുഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നിങ്ങൾ പരിശോധിച്ചാൽ കാണാം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ പലരും ഒരുപാട് ആശങ്ക പ്രകടിപ്പിച്ച ചില മണ്ഡലങ്ങൾ എത്ര നല്ല ഭൂരിപക്ഷത്തിലാണ്, കഴിഞ്ഞതിനേക്കാൾ വളരെ മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തിലേക്ക് ജനങ്ങൾ തിരഞ്ഞെടുത്തത് എന്താ കാണിക്കുന്നത്? പുതുമുഖങ്ങൾ വന്നതുകൊണ്ട് അത് ആ നിലയിലേക്ക് തന്നെയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. രണ്ടാമത് മറ്റൊരു കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണരംഗത്തേക്ക് പോകുന്ന ആളുകൾ അവർ ഒറ്റപ്പെട്ട രീതി അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒരു മേഖലയിലേക്കല്ല പോകുന്നത്. അനുഭവ സമ്പത്തുള്ള നേതാക്കന്മാരാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകൾ. ആ അനുഭവ സമ്പത്ത് പകർന്നു കൊടുത്തുകൊണ്ട് തന്നെ ഭരണരംഗത്തേക്ക് പോകുന്ന പുതുമുഖങ്ങളെ ആ നിലയിൽ പ്രാപ്തരാക്കിയെടുത്ത് ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് കേരളത്തിൻ്റെ ആവശ്യകതയ്ക്കനുസരിച്ച് നല്ല മെച്ചപ്പെട്ട ഭരണ പ്രവർത്തനം തന്നെയാണ് അവരെ കൊണ്ട് സ്വീകരിപ്പിക്കുന്നത്. ആ ശൈലി തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടരുന്നതും. അത് ഈ വരുന്ന ആളുകളിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. ശ്രീ GR അനിൽ, ഇവിടെ ഈ സർക്കാരിൻ്റെ ഈ 1ാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വലിയ പ്രതിപക്ഷ വിമർശത്തിനും മാധ്യമങ്ങളുടെ വലിയ വിമർശത്തിനും ഇടയായിരുന്നു എന്ന് വെച്ചാൽ വെറുതെ വന്ന വിമർശനങ്ങളല്ല, ഈ പലതരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയും സ്വർണ്ണക്കടത്ത് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തുടർ ഭരണത്തിലേക്ക് പ്രവേശിക്കുന്ന പിണറായി സർക്കാരിലെ മന്ത്രിമാരുടെ ഓരോ പ്രവൃത്തിയും നിശ്ചയമായിട്ടും പൊതുസമൂഹത്തിൻ്റെ, പ്രത്യേകിച്ചും പ്രതിപക്ഷത്തിൽ ആളെണ്ണത്തിൽ കുറവാണെങ്കിലും പ്രതിപക്ഷത്തിൻ്റെയും BJPയുടെയും ഒക്കെ ഒരു ശക്തമായിട്ടുള്ള ഓഡിറ്റിങ്ങിന് വിധേയമാവുകയാണല്ലോ ചെയ്യുക. ആ നിലക്ക് എത്ര ശക്തമായിട്ട് ഓഡിറ്റ് ചെയ്യപ്പെട്ടാലും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ ഉതകുന്ന പ്രവർത്തനമായിരിക്കുമോ പൊതുവിൽ എല്ലാ ആളുകളുടെയും ഭാഗത്തുനിന്നുണ്ടാവുക? പ്രതിപക്ഷത്തിൻ്റെ വിമർശനങ്ങളെ തള്ളിക്കളഞ്ഞ ഗവൺമെൻറ്റല്ല പിണറായിയുടെ സർക്കാർ. പ്രതിപക്ഷ വിമർശനങ്ങളിൽ വസ്തുതയുണ്ടെങ്കിൽ ആ വസ്തുത നന്നായി മനസ്സിലാക്കി പരിഹരിച്ചു പോയ ഒരു ഗവൺമെൻറ്റാണ്. എന്നാൽ പ്രതിപക്ഷം സ്ഥിരമായി നടത്തിയ അത്തരം വാചക കസർത്തുകൾ ജനങ്ങളാണ് തള്ളിക്കളഞ്ഞത്. നിങ്ങൾ നോക്കൂ, എന്ത് കോലാഹലമാണ് കേരളത്തിൽ ഉണ്ടാക്കിയത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് എത്ര അന്വേഷണങ്ങൾ, എത്ര ഏജൻസികൾ ഇവിടെ കടന്നു വന്നു. എന്തായി ഇപ്പോഴത്തെ അവസ്ഥ? അപ്പോൾ അതുകൊണ്ട് വിമർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ ഒരു ന്യായമായിട്ടുള്ള വസ്തുതാപരമായിട്ടുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ച ഗവൺമെൻറ്റാണ് ഇടതുപക്ഷ ഗവൺമെൻറ്. അതുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾ, ആക്ഷേപങ്ങളെല്ലാം അത് ആ നിലയിൽ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നതെല്ലാം ശരിയാണ് എന്ന് ഞങ്ങളും കരുതുന്നില്ല, ജനങ്ങളും കരുതുന്നില്ല. വരുന്ന ആളുകളിൽ പ്രതിപക്ഷം ഉയർത്തുന്ന വസ്തുതകളെ സംബന്ധിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സദ്ഭരണത്തിന് എല്ലാ വകുപ്പുകളിലെയും ജനപ്രതിനിധികളായി തിരഞ്ഞെടുത്തു വന്ന മന്ത്രിമാരായി മാറിയ ആളുകൾ അതിനനുസരിച്ച് തന്നെയായിരിക്കും നടത്തിക്കൊണ്ടു പോവുക. അതിനനുസരിച്ച് നിയന്ത്രിക്കാനുള്ള ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനം ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ശരി, വളരെ വളരെ നന്ദി ശ്രീ GR അനിൽ ഞങ്ങളോട് സംസാരിച്ചതിന്. ഈ CPIയുടെ മന്ത്രി ശ്രീ GR അനിലാണ് നമുക്കൊപ്പം ഇരുന്നത്. അദ്ദേഹം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പായിരിക്കും കൈകാര്യം ചെയ്യുക എന്നതാണ്. പക്ഷേ അത് ഔദ്യോഗികമായിട്ട് പാർട്ടി അല്ലെങ്കിൽ മുന്നണിയുടെ ഭാഗത്തു നിന്ന്, മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെയും അക്കാര്യത്തിൽ വിശദീകരണം, സ്ഥിരീകരണം വരണം ആ ഭാഗത്തു നിന്നാണ്. പക്ഷേ CPIയുടെ 4 മന്ത്രിമാരിൽ GR അനിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുമെന്നാണ് നമുക്ക് സ്ഥിരീകരിക്കാവുന്ന വിവരം. വളരെ നന്ദി ശ്രീ GR അനിൽ. ഇനിയുള്ള 5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളിൽ ഈ ജനോപകാരപ്രദമായിട്ടുള്ള ആ കാര്യങ്ങളിൽ ഏർപ്പെടാനുള്ള എല്ലാ ആശംസകളും നേരുന്നു. താങ്കളുടെ ഭാഗത്തു നിന്ന്, താങ്കളുടെ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ നാട്ടുകാർക്ക് ഏറ്റവും ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ ലഭ്യമാകട്ടെ എന്ന്, അത് ലഭ്യമാക്കാൻ താങ്കൾക്കും താങ്കളുടെ വകുപ്പിനും കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. വൈഡായി